ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ നോക്കുന്നത് ഒരു യഥാർത്ഥ ഗുരുവിനെ എങ്ങനെ തിരിച്ചറിയാം. ഇന്ന് പലരും ഗുരുവിനെ അന്വേഷിച്ച് നടക്കും. പക്ഷേ യഥാർത്ഥ ഗുരുവിനെ അറിയണമെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആ ആളിൻ്റെ പ്രവൃത്തി കൂടെ. അല്ലാതെ നമ്മൾ താടിയും മുടിയൊക്കെ നീട്ടി കാവ്യ കൊടുത്തു തരുന്നവർ സന്യാസിയാണെന്ന് കരുതി ചെന്നാൽ എന്തു പറ്റും? അപകടം ആയിട്ട് ഇരിക്കും, നമുക്ക് ചതി പറ്റും. അതിന് പറയുന്നതാണ്, ഗുരുവെ പരീക്ഷിച്ചു സ്വീകരിക്കൂ, ഗുരുവേഷം കണ്ടു ഭ്രമിക്കേണ്ട നീ, പരിശോധിക്കാതെ വരിച്ചു കൊണ്ടിടുകിൽ പരിതാപം തീരില്ല ജ്ഞാനപ്പെണ്ണി. നമ്മൾ പരിശോധിക്കാതെ ഗുരുവാണെന്ന് കരുതി വരിച്ചാൽ, സ്വീകരിച്ചാൽ പരിതാപം തീരുകയില്ല. എന്നും അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ സർവ്വതും നശിച്ചു പോകും. കള്ളന്മാർ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകും. യഥാർത്ഥ ഒരു ഗുരുവിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഭഗവാൻ പരമാത്മാവിൻ്റെ, ഈശ്വരൻ അരൂപിയാണ്. എന്നാൽ ഭഗവാന്റെ സ്വരൂപം എന്തൊക്കെയാ? കരുണാമയൻ, സ്നേഹമായ, അത്രത്തോളം സത്യവാൻ, സ്നേഹവാൻ, ദയാലു, പിന്നെയോ ചൈതന്യവാൻ, സത്യം, നീതി, പ്രകാശം. കാരണം എല്ലാവർക്കും പ്രകാശം പരത്തും, വെളിച്ചം പരത്തുന്നവൻ. അപ്പോൾ ഭഗവാന്റെ ഓരോ ഗുണഗണങ്ങൾ ഒരു ഭക്തനിൽ കാണും, ഒരു സന്യാസിയിൽ കാണും. ഈശ്വരൻ എന്താണോ, അരൂപിയാണെങ്കിലും ഭഗവാൻ എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. എത്രമാത്രം സ്നേഹവും കരുണയും വാത്സല്യവും സാഗരവും വെച്ചാൽ സമുദ്രം പോലെ ഇതെല്ലാം ഭഗവാനുണ്ട്. ഒരിക്കലും പറ്റാത്ത സ്നേഹവും കരുണയും എല്ലാം ഉണ്ട്. എല്ലാവരോടും സമചിത്തത, പിന്നെയോ ആരോടും മമതയില്ല. ഒന്നിനോടും എങ്ങനെയാണ് എൻ്റേതെന്നുള്ളൊരു മമതയില്ല. എൻ്റെ വീട്, എൻ്റെ ധനം, എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യ, അങ്ങനെ ഇല്ല. ദ്വന്ദ്വാതീതൻ, അതായത് ഞാൻ നീ എന്നുള്ള രണ്ടില്ല, എല്ലാം സമമായി കാണുന്നവൻ. സംഘഹീനൻ, ആരോടും ഒരു സംഘവും ഇല്ല. എല്ലാവരിലും നന്മ ചൊരിയുന്ന, ആർക്കും ഒരുപോലെ തന്നെ. എന്താണെന്ന് വെച്ചാൽ നന്മ ചൊരിച്ചാൽ നന്നായി ജീവിക്കാൻ എന്തെല്ലാം ഉണ്ടായാൽ പറ്റും ഒരു മനുഷ്യന്. തിന്മയുള്ള ഒരാളിനെ കൂടെ നന്മയാക്കി എടുക്കണമെങ്കിൽ ആ ഭക്തൻ്റെ കയ്യിൽ എന്താ ഗുണങ്ങളുള്ളത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നന്മയാക്കി കൊണ്ടുപോകും. ഒരു പാപിയെ കൂടെ നന്നാക്കാൻ ശ്രമിക്കുന്നതാണ് നന്മ ചൊരിയുക എന്ന് പറയുന്നത്. പ്രകാശം പരത്തുക. പരമാത്മാവ് പ്രകാശമാണ്, വെളിച്ചമാണ്. ആ വെളിച്ചം ഒരു യഥാർത്ഥ ഗുരുവിൽ കൂടെ മറ്റുള്ളവർക്ക് കിട്ടുമെങ്കിൽ അത് യഥാർത്ഥ ദൈവ പൈതൽ, ഈശ്വരൻ്റെ മക്കൾ തന്നെയാണ് നമ്മളെല്ലാവരും. ഈശ്വരൻ അരൂപിയാണെങ്കിലും നാം എല്ലാവരും ഈശ്വരരൂപികളാണ്, പരമാത്മാവിൻ്റെ സന്തതികളാണ്. എന്നാൽ അതിൽ ഒരച്ഛനും അമ്മയ്ക്കും 4 മക്കളുണ്ടെങ്കിൽ ഒന്ന് അച്ഛനെ പോലെ, ഒന്ന് അമ്മയെ പോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തായി അച്ഛനെ പോലെ? പരമാത്മാവിൻ്റെ സന്തതികളാണ് നമ്മളെല്ലാവരും. അതിൽ ഈശ്വരനെ പോലെ എന്ന് പറയുമ്പോൾ ഈ കുട്ടി ദൈവത്തിൻ്റെ പൈതൽ തന്നെയാണ്. കാരണം ഈശ്വര ഗുണങ്ങളെല്ലാം അതിനുണ്ട്. ഗുണഗണങ്ങൾ മൊത്തവും പരമാത്മാവിനെ പോലെ തന്നെയാണ്. സത്യവും നീതിയും കൃപയും കരുണയും സ്നേഹവും എല്ലാം, നന്മയും എല്ലാം നോക്കുമ്പോൾ ഭഗവാനെ പോലെ തന്നെ നമ്മൾ പറയത്തില്ലയോ? അച്ഛനെ പോലെ തന്നെയാണ് ഈ കുട്ടി, അതുപോലെ വെളുത്തിരിക്കുന്നു, അതുപോലെ സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെ പറയത്തില്ലേ? അതുതന്നെയാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. ദൈവ പൈതൽ, ഈ ലോകത്തുള്ളതെല്ലാം ദൈവ പൈതലാണ്. പക്ഷേ ഗുണം പരമാത്മാവിനെ പോലെയാണെങ്കിൽ ഈശ്വര പൈതൽ എന്ന് നമുക്ക് പറയാം. അതാണ് അങ്ങനെയുള്ള പൈതൽ വളർന്ന് വരുമ്പോഴാണ് അത് വയസ്സായാലും ചെറുപ്പമായാലും ദൈവ പൈതല. അത് മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കും, പ്രകാശം പകർന്നു കൊടുക്കും. അങ്ങനെ ഒരു ഗുണം ഭഗവാന്റെ, പരമാത്മാവിൻ്റെ ഗുണങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈശ്വരൻ അരൂപിയാണെങ്കിലും ഈ ഗുണങ്ങളെല്ലാം പരമാത്മാവിൻ്റേതാണ്. സത്യവും നീതിയും എല്ലാം. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹൻ, ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചവൻ, കൊന്നവൻ, അങ്ങനെയുള്ളൊരു ഒന്നിലും ഫലം ആഗ്രഹിക്കത്തില്ല. ഒരു കള്ള സന്യാസിയാണെങ്കിൽ എന്ത് ചെയ്യും? തൊട്ടതിനും പിടിച്ചതിനെല്ലാം കൂലി വാങ്ങിക്കും. കീശ നിറയ്ക്കണം, വയറ് നിറയ്ക്കണം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങുന്നതിന് പകരം ഇങ്ങനെ കള്ള സന്യാസിയായിട്ട് നടക്കുക. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവൻ്റെ പ്രവൃത്തി കാണുമ്പോഴേ നമുക്കറിയാം പൈസയ്ക്ക് വേണ്ടിയാണ് ഇരിക്കുക. അപ്പോൾ യഥാർത്ഥ സന്യാസി അല്ല, യഥാർത്ഥ ദൈവ പൈതലല്ല. ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ജ്ഞാനിയാണ്. അതാണ് മദർ തെരേസയെ പോലെ, അല്ലെ ഗുരുദേവനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ ഇങ്ങനെ ഉള്ള
ഭക്തന്മാർ, ദൈവ പൈതൽ, ദൈവത്തിൻ്റെ അവതാര പുരുഷന്മാരെന്ന് നമ്മൾ പറയുന്നത്. ഈ ഗുണങ്ങൾ, ഈശ്വര ഗുണങ്ങളെല്ലാം ഉള്ള സ്നേഹവും ഭഗവാന്റെ എന്താ ഗുണങ്ങൾ? വാത്സല്യം, കരുണ, ദയാലു, വെളിച്ചം, പ്രകാശം, സമദൃഷ്ടി, നീതി, സത്യം, ചൈതന്യം, സമചിത്തത, ആരോടും മമതയില്ല, രണ്ടെന്നുള്ള ചിന്തയില്ല, സംഘഹീനൻ, എല്ലാവരിലും നന്മ ചൊരിയുന്നവൻ, പ്രകാശം പരത്തുന്നവൻ, അങ്ങനെയുള്ളൊരു ഭക്തൻ, ജ്ഞാനിയാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതൽ. ആ ദൈവ പൈതൽ നമുക്കൊരു അവതാര പുരുഷനെന്നും പറയാം. അത് മറ്റുള്ളവർക്ക് വേണ്ടി, ഈശ്വരൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ, അല്ല ഈശ്വരന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണല്ലോ ഈശ്വരൻ നിലകൊള്ളുന്നത്. നമുക്ക് വായുവും ജലവും എല്ലാം നമുക്ക് തരുന്ന് നമ്മളെ തീറ്റിപ്പോറ്റുന്ന പരമാത്മാവിന് നമ്മളെ പറ്റിയുള്ള ചിന്തയുണ്ട്. ലോകത്തിലെല്ലാം പരമാത്മാവ് ഊടാടി എൻ്റെ മക്കൾ എവിടെ കഷ്ടപ്പെടുന്നു എന്നറിയാനിങ്ങനെ ഊടാടുന്ന പരമാത്മാവ്, യഹോവ എന്നും പറയാം, അള്ളാഹു എന്നും പറയാം, പരമാത്മാവെന്നും പറയുന്ന എല്ലാ മതത്തിലും ഉള്ള ഒരേ ഒരു ഈശ്വരൻ, എല്ലാ സന്തതികളും അദ്ദേഹത്തിൻ്റെയാണ്. എന്നാൽ ഇവിടെ അരൂപിയായ ഭഗവാൻ നമ്മളെല്ലാവരും നാനാ ജനങ്ങളും സൃഷ്ടികളെല്ലാം രൂപം എടുത്തതാണ്. നമുക്കൊക്കെ രൂപമുണ്ട്, നമ്മൾ ഈശ്വര രൂപികളാണ്. പക്ഷേ അതിൽ ദൈവ പൈതൽ എന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം ഒരു ഭക്തനിൽ, ഒരു മനുഷ്യനിൽ ഉണ്ടാകണം. അപ്പോഴാണ് അത് ദൈവ പൈതൽ എന്ന് പറയുന്നത്. അതിനെയാണ് മറ്റുള്ളവരൊക്കെ അതായത് ഈശ്വരനിലേക്കുള്ള വഴി തെളിയിച്ചു തരാനുള്ള ഒരു ഗുരുവാകും. ഈശ്വരൻ്റെ വഴി എന്താണ്? ഈശ്വരന് അടുക്കാനുള്ള വഴി, ഈ വഴികളെല്ലാം ഉള്ള ഒരു പുരുഷനായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയാലും അവർക്ക് അതിനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. ആ ഗുണഗണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത്, നന്മ പറഞ്ഞു കൊടുത്ത്, അവരെ മറ്റുള്ളവരെ കൂടെ ഈശ്വര വഴിയിലേക്ക് തിരിച്ചു വിടുക, നന്മ പകർന്നു കൊടുക്കുക, പ്രകാശം പരത്തുക, എല്ലാവരിലും പ്രകാശത്തോടുകൂടി ഈശ്വരനിലേക്ക് അടുക്കാനുള്ളൊരു വഴി ആരാ കൊടുക്കുന്നേ? ഒരു ഗുരുവിനെ കൊണ്ടേ പറ്റൂ. അങ്ങനെയുള്ള ദൈവ പൈതലിനാണ് ഒരു ഗുരുവെന്ന് നമ്മൾ പറയും. കാരണം മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തെങ്കിലല്ലേ ഒരു ഗുരുവാകും. അപ്പോൾ അങ്ങനെ ഉപദേശങ്ങൾ കൊടുത്ത് മറ്റുള്ളവരെ കൂടെ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഗുരു, ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭക്തനാണ് യഥാർത്ഥ സന്യാസി, യഥാർത്ഥ ജ്ഞാനി, അപകടം പിടിക്കാത്ത ഒരു ഭക്തൻ. ആർക്കും അപകടം വേണമെന്നല്ല ചിന്തിക്കുന്നത്, നന്മ കൊണ്ട് നിറയ്ക്കണമെന്നാണ് ചിന്തിക്കത്തുള്ളൂ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തെന്ന് മാത്രം ചിന്തിക്കും ഒരു ദൈവ പൈതൽ. അങ്ങനെയുള്ള ഭക്തനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്നത്. അത് പതുക്കെ പതുക്കെ നമുക്ക് പ്രവൃത്തി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. അല്ലാതെ ഭക്തി മുഴുത്ത് കാണുന്ന സന്യാസികളെയൊക്കെ ഈശോ പൈതലാണ്, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞ് നമ്മൾ ചെന്നാൽ ഗുരുവെ പരീക്ഷിച്ചു സ്വീകരിക്കൂ, ഗുരുവേഷം കണ്ടു ഭ്രമിക്കേണ്ട നീ, പരിശോധിക്കാതെ വരിച്ചു കൊണ്ടിടുകിൽ പരിതാപം തീരില്ല ജ്ഞാനപ്പെണ്ണേ. അപ്പോൾ നമുക്കൊരിക്കലും പരിതാപം തീരത്തില്ല. കള്ളസന്യാസിമാരെ അറിയാതെ ചെന്ന് അവരുടെ കാൽക്കളൊക്കെ തൊട്ടുകൊടുത്തിട്ട് അവർ പറഞ്ഞ കേട്ടാൽ നമുക്ക് അപകടം. പരിതാപം കൊണ്ട് നിറയ്ക്കും, നമുക്ക് നന്മയല്ല തിന്മ കൊണ്ട് നിറച്ചിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് സർവ്വതും നശിച്ചും പോകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ഗുണങ്ങൾ ആരിലാണോ ഉള്ളത് അത് കുറേശ്ശെ നമുക്ക് മനസ്സിലാക്കണം. പെട്ടെന്ന് വേണ്ട, ആ ഒരു യഥാർത്ഥത്തിൽ ആ ഉള്ളിലിരിപ്പ് പുറത്ത് വരും, കള്ളമൊക്കെ പുറത്ത് വരും, നന്മയും പുറത്ത് വരും, ഒന്നും ഒളിച്ചിരിക്കത്തില്ല. ഒരു നല്ല സന്യാസിയെ കാണുമ്പോൾ, അങ്ങനെയുള്ള ഭഗവത് ഭക്തനായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ പെട്ടെന്നല്ല, പതുക്കെ മനസ്സിലാക്കണം. ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കേണ്ട, ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കൂ. അവരുടെ വയറ് നിറയ്ക്കാനാണോ, അവരുടെ കീശ വരിപ്പിക്കാനാണോ അവിടെ ഇരിക്കുന്നതെന്ന് അതിങ്ങനെ മനസ്സിലാക്കി വേണം നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കാൻ. അപ്പോൾ നമുക്ക് ചതി വരത്തില്ല, അല്ലെങ്കിൽ ചതിയിൽപ്പെട്ട് പരിതാപം തീരാതായി പോകും. അപ്പം നമുക്ക് ഇത് നാരായണ ഗുരുദേവനെ പോലെ, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പോലെ, അല്ലെങ്കിൽ മദർ തെരേസ, മഹാത്മാഗാന്ധി, ഇങ്ങനെയുള്ള ദൈവ പൈതലായിരിക്കുന്ന അതെല്ലാം ഈശ്വരൻ്റെ അവതാര പുരുഷന്മാരാണ്. അങ്ങനെ മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.